ഇനി 101 എന്ന് പറയുന്നത് പവർ ടു കമ്പൽ റെസ്റ്റോറേഷൻ ഓഫ് അബ്ഡക്റ്റഡ് ഫീമെയിൽസ് ആണ്. അതാണ് സ്ത്രീകളെ ഈ കടത്തിക്കൊണ്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഈ പെൺകുട്ടികളൊക്കെ ഒളിച്ചോടി പോകുമ്പം സ്ഥിരം വരുന്ന ഈ ഹേബിയസ് കോർപ്പസ് പോലത്തെ കേസ് 101 ആണ്. ക്രിമിനൽ കോടതിയിൽ നമ്മൾ കൊണ്ട് പരാതി കൊടുത്ത് സെർച്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഈ 101 ആണ്. അത് സിലബസ് പ്രകാരം നിങ്ങൾക്ക് ആവശ്യമില്ല, അതുകൊണ്ട് വേണ്ട, ജസ്റ്റ് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു സെർച്ചസ് ആണ്. അപ്പം ആദ്യം സെക്ഷൻ 102 ഡിറക്ഷൻ എക്സെട്ര ഓഫ് സെർച്ച് വാറന്റ്സ്. അപ്പം സെക്ഷൻ 32, 72, 74, 76, 79, 80 ആൻഡ് 81 പറയുന്നത് പ്രകാരം ഉള്ള എല്ലാ പ്രൊവിഷൻസും സെർച്ച് വാറൻസിനും, അത് സെക്ഷൻ 96, 97, 98, 100 പ്രകാരമുള്ള സെർച്ച് വാറന്റിനും സെക്ഷൻ 32ലും 72ലും 74ലും 76ലും 79ലും 80ലും 81ലും പറയുന്ന പ്രൊവിഷൻസ് എല്ലാം ഒരേപോലെ ആപ്ലിക്കബിൾ ആണ്. ഇനി സെക്ഷൻ 103 പറയുന്നത് പേഴ്സൺസ് ഇൻ ചാർജ് ഓഫ് ക്ലോസ്ഡ് പ്ലേസ് ടു അലൗ സെർച്ച് ആണ്. Whenever a place liable to search or inspection under this chapter is closed, any person residing in or being in charge of such place shall, on demand of the officer or other person executing the warrant and on production of the warrant, allow him free ingress thereto and afford all reasonable facilities for search therein. അപ്പൊ സെർച്ച് ആവശ്യപ്പെട്ട ഒരാൾ വരികയാണ് എന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിന്റെ ചാർജിലിരിക്കുന്ന വ്യക്തി അവരെ അകത്തേക്ക് കടക്കാനായിട്ട് അനുവദിക്കണം. ഇഫ് ഇൻഗ്രസ് ഇൻ ടു സച്ച് പ്ലേസ് കനോട്ട് ബി സോ ഒബ്റ്റൈൻഡ്, the officer or other person executing the warrant may proceed in the manner provided by subsection 2 of section 44. അപ്പം അകത്തേക്ക് കടത്തി വിടുന്നില്ലെങ്കിൽ സെക്ഷൻ 44ലെ സബ്സെക്ഷൻ 2 പറയുന്നത് പ്രകാരം ബ്രേക്ക് ഓപ്പൺ ചെയ്യാനൊക്കെയുള്ള അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. ഇനി where any person in or about such place is reasonably suspected of concealing about his person any article for which search should be made, such person may be searched, and if such person is a woman, the search shall be made by another woman with strict regard to decency. അപ്പം നമുക്ക് സംശയാസ്പദമായി തോന്നുന്ന ആർട്ടിക്കിൾ ഒരാളിൻ്റെ കൈവശത്തിലാണ് എന്ന് തോന്നുകയാണെങ്കിൽ ആ വ്യക്തിയെ സെർച്ച് ചെയ്യാം. അതൊരു സ്ത്രീ ആണെങ്കിൽ മറ്റൊരു സ്ത്രീ തന്നെ ആയിരിക്കണം അവരെ സെർച്ച് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സ്ട്രിക്ട് റിഗാർഡ് ടു ഡീസൻസിയും ഉറപ്പുവരുത്തണം. ഇനി ബിഫോർ മേക്കിംഗ് എ സെർച്ച് അണ്ടർ ദിസ് ചാപ്റ്റർ, ദ ഓഫീസർ ഓർ അതർ പേഴ്സൺ അബൌട്ട് ടു മേക്ക് ഇറ്റ് ഷാൽ കോൾ അപ്പോൺ 2 or more independent and respectable inhabitants of the locality in which the place to be searched is situate, or of any other locality if no such inhabitant of the said locality is available or is willing to be a witness to the search, to attend and witness the search, and may issue an order in writing to them or any of them so to do so. അപ്പോൾ ഇങ്ങനെ സെർച്ച് വാറണ്ട് പ്രകാരം സെർച്ച് നടത്തുന്ന ഓഫീസറിന് ആ ലൊക്കാലിറ്റിയിൽ എവിടെയാണോ സെർച്ച് നടത്തുന്ന ആ ലൊക്കാലിറ്റിയിലുള്ള 2 or 2-ലധികമോ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളെ സാക്ഷിയായിട്ട് വിളിക്കാം. അപ്പോൾ ആ ലൊക്കാലിറ്റിയിൽ ആളില്ല എന്നുണ്ടെങ്കിൽ വേറൊരു ലൊക്കാലിറ്റിയിൽ നിന്നും വിളിക്കാം. ഈ വരുന്ന വിറ്റ്നസ്സിനോട് അവർ വില്ലിങ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻ റൈറ്റിംഗ് അവർക്ക് ഈ പറയുന്ന വിറ്റ്നസ് ആവാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് ഓർഡർ ഇൻ റൈറ്റിംഗ് കൊടുക്കാം. The search shall be made in their presence, and a list of all things seized in the course of such search and the places in which they were respectively found shall be prepared by such officer or other person. അപ്പം ഈ പറയുന്ന സ്ഥലത്ത് സെർച്ച് നടത്തി അവിടെ നിന്ന് കണ്ടുകെട്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊരു ലിസ്റ്റ് തയ്യാറാക്കി ആ ലിസ്റ്റിൻ്റെ വിവരങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് ഈ പറയുന്ന സാക്ഷികളെ കൊണ്ട് ഇത് സൈൻ ചെയ്യിക്കണം. ബട്ട് നോ പേഴ്സൺ വിറ്റ്നസിങ് എ സെർച്ച് അണ്ടർ ദിസ് സെക്ഷൻ ഷാൽ ബി റിക്വയർഡ് ടു അറ്റൻഡ് ദ കോർട്ട് ആസ് എ വിറ്റ്നസ് ഓഫ് ദ സെർച്ച് അൺലെസ് സ്പെഷ്യലി സമൺഡ് ബൈ ഇറ്റ്. അപ്പം സെർച്ച് വാറണ്ട് പ്രകാരം സെർച്ച് നടത്തിയിട്ട് അതിൻ്റെ സെർച്ച് മഹസർ എന്നാണ് അതിന് പറയുന്നത്.
അപ്പം ഈ സെർച്ച് ചെയ്ത് സീസ് ചെയ്ത ആർട്ടിക്കിൾസിനെ സംബന്ധിച്ച് വിറ്റ്നസ് ചെയ്യുന്ന സാക്ഷികളെ പ്രത്യേക സാഹചര്യത്തിൽ അവരെ കോടതിയിലേക്ക് സാക്ഷിയായി വിളിക്കാത്തിടത്തോളം അവർ സാക്ഷിയായി കോടതിയിൽ വരേണ്ട കാര്യമില്ല. അതായത് പ്രത്യേകം ഇവരെ സാക്ഷിയായി വിളിക്കണം, അല്ലാതെ ഇവർ സാക്ഷിയായിട്ട് കോടതി വരേണ്ട കാര്യമില്ല. ഇനി the occupant of the place searched or some person in his behalf shall in every instance be permitted to attend during the search, and a copy of the list prepared under the section signed by the said witnesses shall be delivered to such occupant or person. അപ്പം എവിടെയാണോ സെർച്ച് നടത്തിയത് അവിടുത്തെ ഒക്കുപ്പൻറ്റിൻ്റെ അല്ലെങ്കിൽ അവിടെ ചുമതലപ്പെട്ട ഒരാളിന് എന്തൊക്കെ അവിടെ നിന്ന് സീസ് ചെയ്തു എന്നതിനെ സംബന്ധിച്ച് തയ്യാറാക്കിയ ലിസ്റ്റിൻ്റെ ഒരു കോപ്പി, അതായത് ഈ വിറ്റ്നസ് സൈൻ ചെയ്ത ലിസ്റ്റിൻ്റെ ഒരു കോപ്പി അവർക്ക് കൊടുക്കണം. When any person is searched under subsection 3, a list of all things taken possession of shall be prepared and a copy thereof shall be delivered to such person. ഇനി ഒരു വ്യക്തിയാണ് സെർച്ച് ചെയ്യുന്നത് എങ്കിൽ അയാളുടെ കൈവശത്തിൽ നിന്ന് എന്തൊക്കെയാണോ കണ്ടുകെട്ടിയത് അതിനെ സംബന്ധിച്ചും ഇതുപോലൊരു ലിസ്റ്റ് തയ്യാറാക്കി അയാൾക്ക് കൈമാറണം. ഇനി എനി പേഴ്സൺ ഹൂ വിത്തൗട്ട് റീസണബിൾ കോസ് റെഫ്യൂസസ് ഓർ നെഗ്ലെക്റ്റ്സ് ടു അറ്റൻഡ് ആൻഡ് വിറ്റ്നസ് എ സെർച്ച് അണ്ടർ ദിസ് സെക്ഷൻ when called upon to do so by an order in writing delivered or tendered to him shall be deemed to have committed an offence under section 222 of ഭാരതീയ ന്യായ സംഹിത. അപ്പം നമ്മൾ ഈ സാക്ഷിയായി വരാനായി ആവശ്യപ്പെട്ട വ്യക്തി സാക്ഷിയാവുന്നില്ല, മതിയായ കാരണങ്ങൾ ഇല്ലാതെ അയാൾ സാക്ഷിയാവാനായി അയാൾ വിസമ്മതിക്കുകയാണ്, അല്ലെങ്കിൽ സാക്ഷിയാവാനായി ഒപ്പിടാൻ തയ്യാറാവുന്നില്ല എങ്കിൽ, ഒരു ഓർഡർ ഇൻ റൈറ്റിംഗ് അയാൾക്ക് കൊടുത്തിട്ടും അയാൾ തയ്യാറാവുന്നില്ല എങ്കിൽ അയാളെ സെക്ഷൻ 222 പ്രകാരം കുറ്റകൃത്യം ചാർത്താനായിട്ട് പറ്റും. ഇനി സെക്ഷൻ 104 പറയുന്നത് ഡിസ്പോസൽ ഓഫ് തിങ്സ് ഫൗണ്ട് ഇൻ സെർച്ച് ബിയോണ്ട് ജൂറിസ്ഡിക്ഷൻ. അപ്പം when in the execution of a search warrant at any place beyond the local jurisdiction of the court which issued the same, any of the things for which search is made are found, such things together with the list of the same prepared under the provisions hereinafter contained shall be immediately taken before the court issuing the warrant, unless such place is nearer to the magistrate having jurisdiction therein than to such court, in which case the list and things shall be immediately taken before such magistrate, and unless there be good cause to the contrary, such magistrate shall make an order authorizing them to be taken to such court. അപ്പം ഈ പറയുന്ന സെർച്ച് നടത്തിയത് ലോക്കൽ ജൂറിസ്ഡിക്ഷന് പുറത്താണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലിസ്റ്റ് എല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഈ വാറണ്ട് ഇഷ്യൂ ചെയ്ത കോടതിയിൽ പെട്ടെന്ന് വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എവിടെയാണോ ഇത് ചെയ്തത് അവിടുത്തെ നിയറസ്റ്റ് മാജിസ്ട്രേറ്റിന്റെ മുമ്പാകെ ഹാജരാക്കി ഈ ലിസ്റ്റും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ ഹാജരാക്കാം. ഇനി ഒരു ഗുഡ് കോസ് ഇല്ലാത്ത പക്ഷം അയാൾക്ക് ഇതിനെ വേറെ കോടതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ഹാജരാക്കിയ മാജിസ്ട്രേറ്റിന് പറയുകയും ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് മിസലേനിയസ് ആയിട്ടുള്ള, അതായത് ഈ പ്രോസസ് ടു കമ്പൽ പ്രൊഡക്ഷൻ ഓഫ് തിങ്സിലെ തന്നെ മിസലേനിയസ് ആയിട്ടുള്ള ഭാഗമാണ്. സെക്ഷൻ 105 തൊട്ടാണ്. ഇനി റെക്കോർഡിംഗ് ഓഫ് സെർച്ച് ആൻഡ് സീഷർ ത്രൂ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ്, അതാണ് സെക്ഷൻ 105 പറയുന്നത്. The process of conducting search of a place or taking possession of any property, article or thing under this chapter or under section 185, including preparation of list of things seized in the course of such search and seizure and signing of such list by witnesses, shall be recorded by any audio video electronic means, preferably mobile phone, and the police officer shall without delay forward such recording to the district magistrate, subdivisional magistrate or judicial magistrate of first class. അപ്പം ഈ പറയുന്ന സെർച്ച് നടത്തുന്നതും അവിടെ നിന്ന് സാധനങ്ങൾ കണ്ടുകെട്ടുന്നതും ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതും ഈ ലിസ്റ്റിൽ സാക്ഷികൾ ഒപ്പിടുന്നതും എല്ലാം ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് മുഖേന പ്രിഫറബിളി മൊബൈൽ ഫോൺ വഴി ഇതിനെ റെക്കോർഡ് ചെയ്തിട്ട്
അധികം താമസമില്ലാതെ തന്നെ ഈ റെക്കോർഡ് ചെയ്ത കാര്യത്തിനെ ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റിനോ സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ ജുഡീഷ്യൽ മാജിസ്ട്രേറ്റോ ഫസ്റ്റ് ക്ലാസ്സിനോ അയച്ചു കൊടുക്കുക. ഇനി സെക്ഷൻ 106 പറയുന്നത് power of police officer to seize certain property. Any police officer may seize any property which may be alleged or suspected to have been stolen or which may be found under circumstances which create suspicion of the commission of any offense. ഇനി പോലീസ് ഓഫീസറിന് സംശയം തോന്നുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തിയുടെ കൈവശത്തിൽ എന്തെങ്കിലും ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മോഷണ മുതലാണ് എന്ന് പോലീസിന് തോന്നിക്കഴിഞ്ഞാൽ പോലീസിന് ഇത് കണ്ടുകെട്ടാനായിട്ടുള്ള അധികാരമുണ്ട്. Such police officer, if subordinate to the officer in charge of a police station, shall forthwith report the seizure to that officer. ഇനി ഈ കണ്ടുകെട്ടിയ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത് ഓഫീസർ ഇൻ ചാർജ് ഓഫ് പോലീസ് സ്റ്റേഷന് താഴെ റാങ്കിലുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഈ സീഷർ നടത്തിയതിനെ, ഈ കണ്ടുകെട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ പോലീസ് സ്റ്റേഷന് കൊടുക്കണം. ഇനി എവരി പോലീസ് ഓഫീസർ ആക്ടിംഗ് അണ്ടർ സബ്സെക്ഷൻ 1 shall forthwith report the seizure to the magistrate having jurisdiction, and where the property seized is such that it cannot be conveniently transported to the court, or where there is difficulty in securing proper accommodation for the custody of such property, or where the continued retention of the property in police custody may not be considered necessary for the purpose of investigation, he may give custody thereof to any person or his executing a bond undertaking to produce the property before the court as and when required, and to give effect to the further orders of the court as to the disposal of the same. ഇനി ഈ കണ്ടുകെട്ടിയ സാധനം കോടതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യത്തിൽ കോടതിയുടെ മുമ്പാകെ കൊണ്ടുവരണം. കോടതിയിൽ കൊണ്ടുവരാൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കൺവീനിയൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോപ്പർ അക്കോമഡേഷൻ ഡിഫിക്കൾട്ട് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് പോലീസ് കസ്റ്റഡിയിൽ റീറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇത് ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രോസസ്സിന് ആവശ്യമില്ല എന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ ആരുടെ കൈവശത്തു നിന്നാണോ ഇത് പിടിച്ചത് അയാൾക്ക് ഒരു ബോണ്ട് എഴുതി, അയാളിൽ നിന്നൊരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് ഇത് കോടതി മുമ്പാകെ ആവശ്യമുള്ളവ പ്രൊഡ്യൂസ് ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് മേടിച്ച് ഇത് വിട്ടുകൊടുക്കാം. അല്ലെങ്കിൽ ഫർദർ ഓർഡർ ഓഫ് ദി കോർട്ട് പറയുന്നത് പ്രകാരം ഇത് ഡിസ്പോസ് ചെയ്തു കൊള്ളാം എന്നുള്ള രീതിയിൽ ഓർഡർ ചെയ്യാം. ഇനി provided that where the property seized under subsection 1 is subject to speedy and natural decay, and if the person entitled to the possession of such property is unknown or absent, and the value of such property is less than 500 rupees, it may forthwith be sold by auction under the orders of the SP, and the provisions of section 503 and 504 shall, as nearly as may be practicable, apply to the net proceeds of such sale. അപ്പോൾ ഈ പറയുന്ന സബ്സെക്ഷൻ 1 പ്രകാരം കണ്ടുകെട്ടിയ വസ്തു പെട്ടെന്ന് നാശമായി പോകുന്നതാണ്, പെട്ടെന്ന് ചീത്തായി പോകുന്ന സാധനങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ 500 രൂപയിൽ താഴെയാണ് ഇതിൻ്റെ മതിപ്പ് വില എന്നുണ്ടെങ്കിൽ, ഇത് ആരുടെ ആണോ, അതായത് ആരുടെ കൈവശത്തിലാണോ ഈ വസ്തു വരുന്നത് അയാൾ ആരാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ അയാൾ സ്ഥലത്തില്ല, അല്ലെങ്കിൽ ആബ്സെന്റ് ആണ് എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഇത് ലേലത്തിൽ വെച്ച് വിൽക്കാം. എന്നിട്ട് ഈ പറയുന്ന ലേലത്തുക സെക്ഷൻ 503ലും 504ലും പറയുന്ന പ്രൊവിഷൻസിന് വിധേയമായിരിക്കും. ഈ പറയുന്ന ലേലം നടത്തുന്നത് സൂപ്രണ്ട് ഓഫ് പോലീസിന്റെ ഓർഡറിൻ പ്രകാരമാണ്. ഇനി സെക്ഷൻ 107 പറയുന്നത് അറ്റാച്ച്മെന്റ്, ഫോർഫീച്ചർ ഓർ റെസ്റ്റോറേഷൻ ഓഫ് പ്രോപ്പർട്ടി ആണ്. വേർ a police officer making an investigation has reason to believe that any property is derived or obtained directly or indirectly as a result of a criminal activity or from the commission of any offense, he may, with the approval of the superintendent of police or commissioner of police, make an application to the court or the magistrate exercising jurisdiction to take cognizance of the offense or commit for trial or try the case for the attachment of such property.
ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന പോലീസ് ഓഫീസറിന് തോന്നുകയാണ് ഈ കണ്ടുകെട്ടിയ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയോ ഇൻഡയറക്റ്റ് ആയോ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ SP-യിൽ നിന്നോ അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് പോലീസിൽ നിന്നോ അപ്രൂവൽ മേടിച്ചതിന് ശേഷം മാജിസ്ട്രേറ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ കോടതിയുടെ അടുത്ത് ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് ഇതിന്മേല് കോഗ്നിസൻസ് എടുത്ത് ട്രയലിന് വേണ്ടി ഈ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാനായിട്ട്, അതായത് ജപ്തി ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം. If the court or the magistrate has reasons to believe whether before or after taking evidence that all or any of such properties are proceeds of crime, the court or the magistrate may issue a notice upon such person calling upon him to show cause within a period of 14 days as to why an order of attachment shall not be made. അപ്പം കോടതിക്ക് തോന്നുകയാണ് ഈ പറയുന്ന പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് ഇത് പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആണ് എന്നുള്ളതിനെ സംബന്ധിച്ച് എവിഡൻസ് എടുക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന വ്യക്തി ഇത് ആരുടെ കൈവശത്തിൽ നിന്നാണോ എടുത്തത് ആ വ്യക്തിയോട് ആവശ്യപ്പെട്ടിട്ട് എന്തുകൊണ്ട് ഇത് അറ്റാച്ച് ചെയ്യാൻ പാടില്ല എന്ന് കാരണം ചോദിക്കാം. വിത്തിൻ 14 days അയാൾ കാര്യകാരണം ബോധ്യപ്പെടുത്തണം. ഇനി where the notice issued to any person under subsection 2 specifies any property as being held by any other person on behalf of such person, a copy of the notice shall also be served upon such person. അപ്പൊ നോട്ടീസ് കൊടുത്ത വ്യക്തി പറയാണ് അയാളുടെ കൈവശത്തിലല്ല, ഇത് വേറൊരാളുടെ കൈവശത്തിലാണ് ഇരുന്നത് എന്ന് പറയുകയാണെങ്കിൽ ആ വ്യക്തിക്കും കൂടെ കോടതി നോട്ടീസ് കൊടുക്കണം. The court or the magistrate may, after considering the explanation, if any, to the show cause notice issued under subsection 2 and the material fact available before such court or magistrate, and after giving a reasonable opportunity of being heard to such person or persons, may pass an order of attachment in respect of those properties which are found to be the proceeds of crime. അപ്പം പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഷോക്കോസ് നോട്ടീസ് ഒക്കെ കൊടുത്ത് ഫാക്ട്സ് ഒക്കെ കൺസിഡർ ചെയ്ത് റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഒക്കെ കൊടുത്ത് അവരുടെ ഭാഗമൊക്കെ കേട്ടതിന് ശേഷം കോടതിക്ക് ഉത്തരവ് പാസ്സാക്കാം. Provided that if such person does not appear before the court or the magistrate or represent his case before the court or magistrate within a period of 14 days specified in the show cause notice, the court or magistrate may proceed to pass an ex parte order. അപ്പോൾ ഷോക്കോസ് നോട്ടീസ് അയച്ച് 14 ദിവസത്തിനകത്ത് അയാൾ ഹാജരായി അയാളുടെ ഭാഗം പറയുന്നില്ല എങ്കിൽ അയാളുടെ ഭാഗം കേൾക്കാതെ ഉള്ളൊരു ഉത്തരവ് പാസ്സാക്കാം. അതിനെയാണ് എക്സ് പാർട്ടി ഓർഡർ എന്ന് പറയുന്നത്. ഇനി notwithstanding anything contained in subsection 2, if the court or the magistrate is of the opinion that issuance of notice under the said subsection would defeat the object of attachment or seizure, the court or magistrate may, by an interim order passed ex parte, direct attachment or seizure of such property, and such order shall remain in force until an order under subsection 6 is passed. അപ്പം കോടതിക്ക് തോന്നുകയാണ് ഈ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ സീഷറിനെ സംബന്ധിച്ച് അയാൾക്ക് ഷോക്കോസ് നോട്ടീസ് അയച്ച് അയാളോട് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പർപ്പസ് ഇല്ലാതായി പോവും എന്ന് തോന്നുകയാണെങ്കിൽ ഇന്ററിമായി, അതായത് താൽക്കാലികമായി ഒരു എക്സ് പാർട്ടി ഓർഡർ കോടതിക്ക് പാസ് ചെയ്യാം. ഈ എക്സ് പാർട്ടി ഓർഡർ സബ്സെക്ഷൻ 6 പ്രകാരം കോടതി ഒരു ഉത്തരവ് പാസ്സാക്കുന്നത് വരെ നിലവിൽ നിൽക്കും. If the court or the magistrate finds the attached or seized properties to be the proceeds of crime, the court or the magistrate shall, by order, direct the district magistrate to rateably distribute such proceeds of crime to the persons who are affected by such crime. അപ്പം കോടതിക്ക് അറ്റാച്ച് ചെയ്യോ സീസ് ചെയ്യോ ചെയ്ത പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഒരു പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആണ്. ക്രൈമുമായി ബന്ധപ്പെട്ട അതിൽ നിന്ന് കിട്ടിയ മൂല്യം ഉള്ളൊരു കാര്യമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതിനെ വീതം വെച്ച് ഇതിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വീതിച്ചു കൊടുക്കാനായിട്ട് കോടതിക്ക് പറയാം. അതാണ് റേറ്റബിളി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. ഓരോരുത്തർ എത്രയാണോ അഫക്റ്റഡ് ആയിട്ടുള്ളത് അവർക്ക് ഇത് അവരുടെ
റേറ്റിനനുസരിച്ച് അവർക്ക് ഇതിന്മേൽ ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈമിൽ എത്രയാണോ ബാധിക്കപ്പെട്ടതിൻ്റെ റേറ്റ് വരുന്നത് അത് പ്രകാരം ഇത് വീതിച്ച് അവർക്ക് കൊടുക്കാനായിട്ട് കോടതിക്ക് ഉത്തരവ് പാസ്സാക്കാം. ഇനി ഓൺ റെസീപ്റ്റ് ഓഫ് എൻ ഓർഡർ പാസ്ഡ് അണ്ടർ സബ്സെക്ഷൻ 6 the district magistrate shall within a period of 60 days distribute the proceeds of crime either by himself or authorize any officer subordinate to him to effect such distribution. അപ്പം സബ്സെക്ഷൻ 6 പ്രകാരം ഒരു റെസീപ്റ്റ് കോടതി, അതായത് ഒരു ഓർഡർ കോടതി പാസ്സാക്കി കഴിഞ്ഞാൽ അത് കൈപ്പറ്റിയാൽ ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ്, അതായത് ജില്ലാ കളക്ടറിന് ഒന്നെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ അയാൾ തന്നെ അല്ലെങ്കിൽ അയാൾക്ക് മറ്റാരെങ്കിലും ഓതറൈസ് ചെയ്ത് അവരോട് ഇതിനെ വിറ്റ് ഇത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം. If there are no claimants to receive such proceeds and no claimants is ascertainable or there is any surplus after satisfying the claimants, such proceeds of crime shall stand forfeited to the government. അപ്പം ഈ പറയുന്നത് പോലെ ആൾക്കാർക്കെല്ലാം വീതിച്ചു കൊടുത്തിട്ട് മിച്ചം വരികയാണ്, അല്ലെങ്കിൽ ആൾക്കാരെ ഇല്ല, ഇതിന്റെ അവകാശം ചോദിച്ചുകൊണ്ട് വരാൻ ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ ഇത് സർക്കാരിന് ഈ പൈസ കണ്ടുകെട്ടാം. ഇനി സെക്ഷൻ 108 പറയുന്നത് മാജിസ്ട്രേറ്റ് മേ ഡിറക്ട് സെർച്ച് ഇൻ ഹിസ് പ്രസൻസ്. അപ്പം മാജിസ്ട്രേറ്റിന് സെർച്ച് ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അയാൾക്ക് സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്യാൻ അധികാരപ്പെട്ട എല്ലാ സ്ഥലത്തും അയാളുടെ പ്രസൻസിൽ തന്നെ സെർച്ച് നടത്താനായിട്ട് ആവശ്യപ്പെടാം. ഇനി 109 പറയുന്നത് പവർ ടു ഇംപൗണ്ട് ഡോക്യുമെന്റ് എക്സെട്ര പ്രൊഡ്യൂസ്ഡ് ആണ്. അതായത് ഇപ്പം ഏതെങ്കിലും കോടതിക്ക് തോന്നുകയാണ് കോടതി മുമ്പാകെ ഹാജരാക്കിയിരിക്കുന്ന ഡോക്യുമെന്റ് അല്ലെങ്കിൽ സാധനത്തിൽ മതിയായ സ്റ്റാമ്പ് ഇല്ല, അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഇതിനെ ഇംപൗണ്ട്, അതിന് പറയുന്ന സ്റ്റാമ്പ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കോടതി ചെയ്യുന്ന പ്രൊസീജിയറാണ് ഇംപൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതിൽ മതിയായിട്ടുള്ള സ്റ്റാമ്പ് ഇല്ലെങ്കിൽ കോടതിക്ക് ഇംപൗണ്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ട്. ഇനി സെക്ഷൻ 110 പറയുന്നത് റെസിപ്രോക്കൽ അറേഞ്ച്മെന്റ്സ് റിഗാർഡിംഗ് പ്രോസസ്സസ് ആണ്. ഇപ്പോൾ വേറെ കോർട്ട് ഇൻ ദ ടെറിട്ടറീസ് ടു വിച്ച് ദിസ് സംഹിത എക്സ്റ്റെൻസ് hereinafter in the section referred to as said territories. അപ്പം സംഹിത ആപ്ലിക്കബിൾ ആയിട്ടുള്ള ടെറിട്ടറിയിൽ കോടതിക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ കോടതിക്ക് സമൻസ് extends where a court in the territories to which Sanhita extends desires that. അപ്പം സൻഹിത എക്സ്റ്റെൻഡ് ആവുന്ന സ്ഥലത്തേക്ക് കോടതിക്ക് തോന്നുകയാണ് എങ്കിൽ സമൻസ് ടു എൻ അക്യൂസ്ഡ് പേഴ്സൺ ഓർ വാറണ്ട് ഫോർ ദ അറസ്റ്റ് ഓഫ് എൻ അക്യൂസ്ഡ് പേഴ്സൺ, a summons to any person requiring him to attend and produce a document or other thing or to produce it, or a search warrant issued by it shall be served or executed at any place. അപ്പം കോടതിക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ സമൻസോ വാറണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഉള്ള സമൻസോ സെർച്ച് വാറണ്ടോ ഒക്കെ എവിടെ വേണമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാം. ഷാൽ ബി സെർവ്ഡ് ഓർ എക്സിക്യൂട്ടഡ് അറ്റ് എനി പ്ലേസ് within the local limit of a court in any state or area in India outside the said territory. അപ്പോൾ ടെറിട്ടറിക്ക് പുറത്തും ഇതുപോലെ തന്നെ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് മേ സെൻഡ് സച്ച് സമൻസ് ഓർ വാറണ്ട് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ബൈ പോസ്റ്റ്. അപ്പം നമ്മൾ പറഞ്ഞത് വേറൊരു സ്ഥലത്തൊക്കെ ആണെങ്കിൽ കോടതി ആ സ്ഥലത്തെ കോടതിക്ക് അയച്ചു കൊടുത്ത് അവിടം വഴി നടത്തിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതിന് പകരമായിട്ട് സമൻസിനെയോ വാറണ്ടിനെയോ കോടതിക്ക് ബൈ പോസ്റ്റ് അവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസർ അല്ലെങ്കിൽ ഓഫ് ദാറ്റ് കോർട്ട് ടു ബി സെർവ്ഡ് ഓർ എക്സിക്യൂട്ടഡ് ആൻഡ് വേർ എനി സമൻസ് റെഫേർഡ് ടു ഇൻ ക്ലോസ് എ ഓർ ക്ലോസ് സി ഹാസ് ബീൻ സോ സെർവ്ഡ് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 70 ഷാൽ അപ്ലൈ ഇൻ റിലേഷൻ ടു സച്ച് സമൻസ് ആസ് ഇഫ് ദ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ദ കോർട്ട് ടു ഹൂം ഇറ്റ് ഇസ് സെൻറ്റ് വേർ എ മാജിസ്ട്രേറ്റ് ഇൻ ദ സെറ്റ് ടെറിട്ടറി. അപ്പം ഒരു ടെറിട്ടറിക്ക് പുറത്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെങ്കിൽ എവിടെയാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അവിടുത്തെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന മാജിസ്ട്രേറ്റിന് ഇത് ബൈ പോസ്റ്റ് അയച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ടെറിട്ടറിയിലുള്ള മാജിസ്ട്രേറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് പോലെ ഈ അയച്ചു കിട്ടുന്ന മാജിസ്ട്രേറ്റിനും ഇത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇൻ എനി കൺട്രി ഓർ പ്ലേസ് ഔട്ട്സൈഡ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് അറേഞ്ച്മെന്റ്സ് ഹാവ് ബീൻ മെയ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് with the governments of such country or place for service or execution of summons or warrant in relation to criminal matter
It may send such summons or warrant in duplicate in such form, directed to such court, judge or magistrate, and sent to such authority for transmission as the central government may, by notification, specify in this behalf. അപ്പം സെൻട്രൽ ഗവൺമെന്റ് മറ്റേതെങ്കിലും രാജ്യത്തെ ഗവൺമെന്റ്സുമായി എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് നടത്തിയിട്ടുണ്ട് ഈ സമൻസ് ഒക്കെ സെർവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സെർച്ച് വാറന്റുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെന്റും വേറെ ഏതെങ്കിലും ഗവൺമെന്റ് തമ്മിൽ എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന കോടതിക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട കോടതിക്ക് ഈവൻ ഔട്ട്സൈഡ് ദ കൺട്രി ഏത് മറ്റേതെങ്കിലും കൺട്രിയിലോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയോ ഈ പറയുന്ന അറേഞ്ച്മെന്റ്സ് പ്രകാരം സമൻസോ വാറന്റോ ഇൻ ഡ്യൂപ്ലിക്കേറ്റിൽ അവർക്ക് അവിടുത്തെ കോടതിക്കോ മാജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ അതോറിറ്റിക്കോ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുത്ത് ആ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി വേറെ കോർട്ട് ഇൻ ദ സെറ്റ് ടെറിട്ടറീസ് ഹാവ് റിസീവ്ഡ് for service or execution, a summons to an accused person, a warrant for the arrest of an accused person, or summons to any person requiring him to attend and produce a document or other thing, or to produce it, or a court warrant or a search warrant issued by a court in any state or area in India outside the said territories. അപ്പം കോടതി ഈ പറയുന്ന സെറ്റ് ടെറിട്ടറീസിൽ അതായത് ഇത് ഈ പറയുന്ന നമ്മൾ പുറത്തൊരു ടെറിട്ടറിയിലേക്കുള്ള കോടതിക്ക് അയച്ചു കിട്ടിക്കഴിഞ്ഞാൽ ആ കോടതിയിൽ എക്സിക്യൂഷൻ നടത്തേണ്ട പോലെ തന്നെ ഇതിനെ ചെയ്യണം. അതായത് ഇഷ്യൂഡ് ബൈ എ കോർട്ട് ഇൻ എനി സ്റ്റേറ്റ് ഓർ ഏരിയ ഇൻ ഇന്ത്യ ഔട്ട്സൈഡ് ദ സെറ്റ് ടെറിട്ടറി. അപ്പം ഈ നമ്മൾ എവിടെയാണോ ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ടെറിട്ടറി അതിന് പുറത്തുള്ളൊരു സ്ഥലം പക്ഷെ ഇന്ത്യക്കുള്ളിലുള്ളൊരു സ്ഥലത്ത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണോ അതുപോലെ ഈ അയച്ചു കിട്ടുന്ന കോടതിയും എക്സിക്യൂട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി എ കോർട്ട് ജഡ്ജ് ഓർ മാജിസ്ട്രേറ്റ് ഇൻ എ കോൺട്രാക്ടിങ് സ്റ്റേറ്റ്. ഇനി കോൺട്രാക്റ്റ് ഉള്ള അതായത് നമ്മുടെ രാജ്യവും മറ്റൊരു രാജ്യവുമായിട്ട് ഒരു കോൺട്രാക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ഇറ്റ് ഷാൽ കോസ് ദ സെയിം ടു ബി സെർവ്ഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ആസ് ഇഫ് ഇറ്റ് വേർ എ സമൻസ് ഓർ വാറന്റ് received by it from another court in the said territory for service or execution within its local jurisdiction. അതായത് ഒരു കോൺട്രാക്ടിങ് സ്റ്റേറ്റുമായിട്ടുള്ളൊരു കോൺട്രാക്ടിങ് സ്റ്റേറ്റിലെ ഒരു ജഡ്ജോ മാജിസ്ട്രേറ്റിനോ ഒക്കെ ആണെങ്കിൽ ആ രാജ്യത്ത് തന്നെയുള്ള മറ്റ് കോടതിയിൽ നിന്ന് വരുമ്പോൾ എങ്ങനെയാണോ അത് പ്രകാരം. ഇനി a warrant of arrest has been executed. The person arrested shall, so far as possible, be dealt with in accordance with the procedure specified by section 82 and 83. അപ്പം ഒരു വാറണ്ട് ഓഫ് അറസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ 82ലും 83ലും പറയുന്നത് പ്രകാരമായിരിക്കണം അയാളെ ഡീൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ a search warrant has been executed. The things found in the search shall, so far as practicable, be dealt with in accordance with the procedure specified by section 104. അപ്പം സെർച്ച് വാറണ്ട് നടത്തി അവിടെ നിന്ന് കണ്ടെത്തുന്ന കാര്യങ്ങളാണെങ്കിൽ സെക്ഷൻ 104 പറയുന്നത് പ്രകാരമാണ് ആക്ട് ചെയ്യേണ്ടത്. പ്രൊവൈഡഡ് ദാറ്റ് ഇൻ എ കേസ് വെർ എ സമൻസ് ഓർ സെർച്ച് വാറണ്ട് received from a contracting state has been executed, the documents or things produced or things found in the search shall be forwarded to the court issuing the summons or search warrant through such authority as the central government may by notification specify in this behalf. അപ്പം സ്റ്റേറ്റ് ഈ കോൺട്രാക്ടിങ് സ്റ്റേറ്റ്സിനിടയിലുള്ള സ്റ്റേറ്റിലാണ് ഈ സമൻസ് അല്ലെങ്കിൽ സെർച്ച് വാറണ്ട് കിട്ടിയിരിക്കുന്നത് എങ്കിൽ ഈ സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന അതോറിറ്റി പ്രകാരം ഇത് ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത് ആ നോട്ടിഫിക്കേഷൻ പ്രകാരം അവർക്ക് ഇത് അയച്ചു കൊടുക്കേണ്ടതാണ്. ഇനി അടുത്ത് നമ്മൾ വേറൊരു ചാപ്റ്റർ ആണ് ഡീൽ ചെയ്യുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.